ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, പാട്ടുവിശേഷം, മ്യൂസിക് തെറാപ്പി എല്ലാം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. 94-ാമത്തെ സെഷനാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറേ പാട്ടുകൾ, ഇഷ്ടഗാനങ്ങൾ എന്ന ടൈറ്റിലാണ് ഇന്ന് നമ്മൾ പാടുന്നത്. അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഷാബു സാറിൽ നിന്ന് തരും. അതിനുശേഷം ആ പാട്ടുകളൊക്കെ നമുക്ക് പാടാം. സോ ജോസഫ് സാറിനെയും ഷാബു സാറിനെയും സ്വാഗതം ചെയ്യുന്നു. ഷാബു സാർ. താങ്ക് യു സാർ. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളുകളായി കണ്ടിട്ട്. മനോജ് സാറിനെ കാണുന്നതിന് സന്തോഷം. ജോസഫ് സാർ, എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. മനോജ് സാർ വളരെ കളർഫുൾ ആയിട്ടാണ്. അടിപൊളി. ഇന്ന് സൺഡേ അല്ലേ, അപ്പൊ സൺഡേക്ക് ചേർന്ന കളർ ഇടാന്ന് വിചാരിച്ചാണ്. റെഡ്. യാദൃശ്ചികമായി നമ്മുടെ കളറും അതായി പോയി. ൊന്നും വേണ്ട. അപ്പൊ അങ്ങനെ സൺഡേ ആയത് കാരണം ഒരു 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 ഫീൽ ഗുഡ് എന്നുള്ള രീതിയിലാണ്. പിന്നെ ജോസഫ് സാറ് വരുന്നുണ്ട്, ഷാബു സാർ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും കാണാനുള്ള സന്തോഷത്തിൽ ഇട്ടതാണ് ചുവന്നിട്ടത്. നമുക്കും അതിന്റെ ഒരു പ്രശ്നം കിട്ടുന്നുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. റിഫ്ലക്ഷൻ കിട്ടുന്നു. ഒരുപാട് സന്തോഷം. അപ്പൊ ഇന്ന് നമ്മുടെ മാറ്റിനി ഫ്രീ വെബിനാറിലെ എന്താ പറയാ, അതിന്റെ നായകൻ സാബു സാറ്, അദ്ദേഹം പറഞ്ഞപ്പോ ഇഷ്ടഗാനങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരുടെ ഇഷ്ടഗാനങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അവിടെ ഒരു ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആള്. ഇത് ആരുടെ ഇഷ്ടഗാനങ്ങളല്ല, ഇത് അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ടാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം. ഇന്ന് 1495 1500 എപ്പിസോഡുകൾ ആവാനിരിക്കുന്നു. ഏകദേശം 3-4 എപ്പിസോഡ് മതി. എത്ര സാർ ഇന്നത്തെ? 94. അപ്പൊ ഇത്രയും വിസ്മയകരമായിട്ടുള്ള ഒരു ഫോറ് നടത്തിക്കൊണ്ടു പോകുന്ന സാബു സാർ, അദ്ദേഹത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്നു. അല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ അത് നടത്താതിരിക്കാൻ 100 കാരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തിലുള്ള ഒരുത്തരാണ്. നിങ്ങളാരും അങ്ങനെയല്ല കേട്ടാ, എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് നടത്താതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് റിസർച്ച് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ അതിന്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് 99 കാരണങ്ങൾ അനുകൂലമല്ലാതിരുന്നിട്ടും അദ്ദേഹത്തിന് ഒരേ ഒരു കാരണം മതി ഇത് നടത്താനായിട്ട്. അപ്പൊ അത്രയും വിസ്മയകരമായിട്ട്, അത്രയും യാതനകളും കഷ്ടതകളും ഒക്കെ അനുഭവിച്ച് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഒരു ദിവസം പോലും അത് മുടങ്ങാതെ അനസ്യൂതം കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പലരെയും സംഗീതത്തില് നമ്മൾ അനുസ്മരിക്കാറുണ്ട്, അവർക്ക് ട്രിബ്യൂട്ടൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ട് സാബു സാറിന് ഒരു ട്രിബ്യൂട്ട് കൊടുത്തുകൂടാ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ ഒരു ഉത്ഭവം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു, നമുക്ക് കണ്ണൂർ രാജൻ സാറിന്റെ ട്രിബ്യൂട്ട് തന്നെ നമുക്ക് ആരംഭിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് അവസാനിച്ചല്ലേ, കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞു, ഇനി നമുക്ക് സാറിന്റെ ഇഷ്ട ഗാനങ്ങളൊന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ഗാനങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഗാനങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങളിൽ നിന്ന് 10 ഗാനങ്ങൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അതൊരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. അത് ആർക്കും സാധിക്കില്ല. കാരണം ഒരുപാട് മലയാള സിനിമാ ഗാനശാഖയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ മഹാരഥന്മാരുടെ ഒരുപാട് പാട്ടുകൾ നമ്മളുടെ പുറകെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് 10 പാട്ട് തിരഞ്ഞെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എന്നാലും അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, സാറിന് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം കുറച്ച് പാട്ടുകൾ സജസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള, അദ്ദേഹം യാത്രയൊക്കെ ചെയ്യുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം മൂളിപ്പാട്ട് ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സംഗീതത്തിന് ശബ്ദം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വരികളൊക്കെയാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന ചില പാട്ടുകൾ. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് സാബു സാറിന് ഇങ്ങനെ ഒരു ട്രിബ്യൂട്ട് കൊടുക്കുവാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കഴിഞ്ഞതിൽ. അതിൽ നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് തുടങ്ങാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് അദ്ദേഹം തന്നെ ആദ്യം പറയട്ടെ, അദ്ദേഹം തന്നെ ആദ്യം പാടട്ടെ, എന്നിട്ട് നമുക്ക് കേട്ടിരിക്കാം. ഓക്കെ, ഓവർ ടു യു സാർ. സാബു സാർ, എന്തുകൊണ്ട് ഈ പാട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാര്യം 2 വരിക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 4 വരി പാട്.
അതിന്റെ കാരണം എന്ന് വെച്ചാൽ അത്ര രസകരമായ അല്ലെങ്കിൽ എന്താ ഒരു മെലഡിയാണ്, വളരെ സിമ്പിൾ. നമുക്കത് ഇങ്ങനെ മൂളി പാടാനും ഒക്കെ അത് വളരെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് ഇത് എഴുതിയിരിക്കുന്ന MS ബാബുരാജാണ്. പി ഭാസ്കറിൻ്റെ വരികളാണ്. എസ് ജാനകിയുടെ പാട്ടാണ്. രാഗം എന്ന് പറയുന്നത് കല്യാണിയാണ്. മൂടുപടം. അത്ര സിമ്പിളായിട്ട് നമുക്ക് പാടാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. പിന്നെ പാട്ടിൻ്റെ പാട്ട് കേൾക്കുന്ന ആ ഒരു രീതിയിൽ ഒരിക്കലും നമുക്ക് പറ്റത്തില്ല. കാരണം എസ് ജാനകിയാണ് അത് പാടിയത്. അപ്പം അത്ര മനോഹരമായിട്ടാണ് ആ എസ് ജാനകിയുടെ ഷാർപ്പായിട്ടുള്ള വോയിസിലൂടെയാണ് അത് പോകുന്നത്. അപ്പം എന്നാലും നമുക്ക് അത് ഈ പാട്ടുകളൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് പോകാം. തളിരിട്ട കിനാക്കൾ തൻ താമരവാനം. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. ഓക്കെ, താങ്ക് യു. പാട്, രണ്ടുപേരും കൂടി പാട്, പല്ലവി മാത്രം അതിൽ പോരാ. പാടാം, തുറന്ന് പാടാം, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഹൃദയസ്വരം അല്ല ഹൃദയരാഗമാണ് ഇപ്പൊ നമ്മൾ കേട്ടതല്ലേ. അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു പാട്ടാണ് തളിരിട്ട കിനാക്കൾ. ഇത് മാത്രമല്ല ഒരുപാട് പാട്ടുകളുണ്ടെങ്കിൽ പോലും ഈ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ ബാബുരാജ്, എസ് ജാനകി കൂട്ടുകെട്ട്, പി ഭാസ്കരൻ മാഷ് കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ഒരു അസാധ്യമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട്. നമ്മളെയൊക്കെ മോഹിക്കുന്ന പല ഗാനങ്ങളും ഇവരുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തീസിസിനൊക്കെ റിസർച്ച് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് ബാബുരാജ്, എസ് ജാനകി, പി ഭാസ്കരൻ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞത്. അത്രയും മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ്. അപ്പൊ ജാനകിയുടെ തന്നെ ഈ ഗണത്തിൽപ്പെട്ട കുറെ പാട്ടുകളുണ്ട്. ഒരു കൊച്ചു സ്വപ്നത്തിൻ, അതുപോലെ തന്നെ താമരക്കുമ്പിളിലോ, ഉണരുണരും വേഗം നീ, അഞ്ജന കണ്ണെഴുതി, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. നിദ്രതൻ നീരാടി, അതുപോലെ അങ്ങനെ ആ ശ്രേണിയിൽപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പൊ അതിൽ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് തളിരിട്ട കിനാക്കൾ. ജാനകിയുടെ ശബ്ദത്തിൽ നൂല് പോലത്തെ ഒരു ശബ്ദമാണ്, അല്പം പതിഞ്ഞ. ഒരുപാട് ദേശീയ പുരസ്കാരങ്ങളും സംസ്ഥാന പുരസ്കാരങ്ങളും ഒക്കെ കിട്ടിയ വളരെ അനുഗ്രഹീതയായിട്ടുള്ള ഒരു ഗായികയാണ് ജാനകി. അപ്പൊ അതിന്റെ ഈ ഗാനങ്ങൾ എല്ലാവരും സാബു സാറിന് ഒരു ട്രിബ്യൂട്ട് കൊടുത്ത് രണ്ടുവരി പാടാൻ ശ്രമിക്കണം എന്നുള്ള ഒരു അപേക്ഷയും കൂടിയുണ്ട്. പാടാം. തളിരിട്ട കിനാക്കൾ തൻ താമരമാലവായ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, എന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈ കുഴഞ്ഞല്ലോ പൂക്കാരി മലരി ആർക്കു വേണ്ടി. മധുര പ്രതീക്ഷതൻ മണിദീപം കൊളുത്തിയ മാനസ പൂജയിനിയാർക്കു വേണ്ടി. തളിരിട്ട കിനാക്കൾ തൻ താമരമാലവാ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. താങ്ക് യു. പാടിക്കോളൂ. ഏതായാലും ഷാവു സാറേ, ഇങ്ങനെ നമ്മുടെ സാബു സാറിന് ഇങ്ങനെ ഒരു ട്രിബ്യൂട്ട് കൊടുക്കാൻ സാറിന് തോന്നിയതിൻ്റെ ആദ്യമേ അതിനൊരു കൺഗ്രാജുലേഷൻ പറയുന്നു. സാറിന് അങ്ങനെ ഒരു തോട്ട് പോയതിന് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യം കൂടെ ആയിരുന്നു. കാര്യം ആർക്കും അങ്ങനെ ഒരു തോട്ട് പോയില്ല. പക്ഷെ സാറിന് പോയത് സാബു സാറിനെ പാട്ടിൽ കൂടെ ഒരു സാറിന് ട്രിബ്യൂട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാറ്റ്നി ഫ്രീ വെബിനാറിൽ വരുന്ന
എല്ലാ പ്രോഗ്രാമിനും കൂടിയുള്ളൊരു ട്രിബ്യൂട്ടാണ്. അത് നമ്മൾ പാട്ടിൽ കൂടി കൊടുക്കുന്നു അല്ലേ? അത് വളരെ നല്ല കാര്യമായിപ്പോയി. കാര്യം ഷാബു സാറ് സൂചിപ്പിച്ചതുപോലെ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ പ്രോഗ്രാമൊക്കെ ഒരു തടസ്സവും ഇല്ലാതെ നിത്യവും കൊണ്ടുപോകണമെങ്കിൽ ഇറ്റ്സ് എ ഡെഡിക്കേഷൻ. നമ്മൾ ചെറിയ കാര്യമല്ല അത്. ഒരു ദിവസവും ഇടപെടില്ല. സാറിന് അത്രമാത്രം അതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതിനോടുള്ള ഒരു അത്രമാത്രം സിൻസിയറിറ്റി എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ അനുസ്യൂതം തുടർന്നു വന്നത്. അപ്പം സാബു സാറിനും ഞങ്ങളുടെയൊക്കെ സ്നേഹത്തിന്റെ ഭാഷയിലുള്ള ഒരു ട്രിബ്യൂട്ട് ആയിക്കോട്ടെ. സാറ് ഇത് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് ഞാനൊരു വളരെ ലോജിക്കലായിട്ടുള്ള ഒരാളായിരുന്നു. വളരെ ടെക്നിക്കൽ മൈൻഡുമായിട്ടൊക്കെ നടന്ന ഒരാളിന് ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു എക്സ്പോഷർ കിട്ടിയത്. നാട്ടിൽ വരാനും അപ്പം സാറിനെ പോലുള്ള കുറച്ചു പേരുള്ള ആൾക്കാരുടെ ഇട്ടൊക്കെ കാണാനും പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ ഇവിടെ നിന്ന് പോകുന്നില്ല അല്ലേ? അല്ലേ എന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നില്ല, എപ്പോഴും നാട്ടിലുണ്ട്. അതെ 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 അതെ. എന്നാലും നമ്മളെ ജോലി അരസ്യം നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലമല്ല. കോവിഡിനും താങ്ക് യു. കാര്യം കോവിഡ് വന്നുകൊണ്ടാണ് നമ്മളെ പോലുള്ളവർക്ക് വീട്ടിലിരുന്നും ജോലി ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം വന്ന്. ജോലി ചെയ്യുന്നുണ്ട് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പോകണം. അപ്പോൾ കൂടുതൽ സമയം ഇവിടെ ഉണ്ടാവും. അപ്പം നമ്മൾ അത് ഈ സബ്ജക്റ്റിലേക്ക് പ്രത്യേകതയും കൂടിയാണ് സാറേ. ഇവിടെ സൈക്കോളജി ഒക്കെ ബേസ് ചെയ്തത് കൊണ്ട് ഇവിടെ സൈക്കോളജി ബേസ് ആണല്ലോ കൂടുതൽ ആൾക്കാർ. അപ്പൊ ഈ ലെഫ്റ്റ് ബ്രെയിൻ ആയിട്ടുള്ള സാറിനെയൊക്കെ റൈറ്റ് ബ്രെയിൻ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തൊരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവന്നിട്ട് തീർച്ചയായിട്ടും അപ്പൊ ഈ റൈറ്റ് ബ്രെയിൻ ആക്റ്റീവ് ആകുമ്പോഴാണ് സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങളും പാട്ടും ഗാനവും വിധിയൊക്കെ വരുന്നത്. ലോജിക്കലായിട്ട് കുറവായിരിക്കും. അതെ തീർച്ചയായിട്ടും അതെ. വരാൻ കാരണം അത് തന്നെയായിരിക്കും. നമ്മളുടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം ഇതെല്ലാം ഒരു പാഷൻ കൂടെ ആണല്ലോ ഷാബു സാറേ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പണ്ട് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യാനുള്ള ഒരു സാഹചര്യം അങ്ങനെ കൂടെ ഒക്കെ എല്ലാ തരത്തിലും പറഞ്ഞ് വളരെ സന്തോഷമായി സാബു സാറിനെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തില്ല. അപ്പോൾ സാബു സാറിന് വേണ്ടി ഞാൻ 2 വരി പാടാം, സാറിനുള്ളൊരു ട്രിബ്യൂട്ടായിട്ട് ഈ പാട്ട് തന്നെ. ഏതായാലും ഞാൻ എൻ്റെ ശ്രുതി ബോക്സ് ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം. എനിക്ക് ഇത് കേൾക്കാവോ? എൻ്റെ ഈ ശ്രുതി കേൾക്കാവോ? കേൾക്കാവോ ഷാബു സാറേ? കേൾക്കുന്നില്ലല്ലോ. ഇല്ല. ഇത് കേൾക്കുന്നില്ലേ? ഇല്ല. അതെന്നാന്നറിയോ, അത് ബ്ലോക്ക് ചെയ്യും മൊബൈലേ. ചിലപ്പോൾ ആയിരിക്കും. എനിവേ അത് സാരമില്ല. ഞാൻ ഇതിനിപ്പോ ചരണമില്ലേ ഷാബു സാറെ പാടണ്ടേ അല്ലേ? ഏതാണ് ആദ്യത്തെ അനുപല്ലവി സാറ് പാടി. അപ്പൊ ചരണം പാടാം. സാറേ കുറച്ചുകൂടെ ഒന്ന് താക്കോ സാർ. കേട്ടെ ഏതായിരുന്നു? ഭാവന യമന. അല്ലേ തുടങ്ങുന്നത് അല്ലേ? അനുപല്ലവി ചരണം തുടങ്ങുന്നു. പൂനുള്ളി പൂനുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ പൂക്കാരി മലനീയാർക്കു വേണ്ടി മധുര പ്രതീക്ഷതൻ മണിദീപം കൊളുത്തിയ മാനസ പൂജനീയാർക്കു വേണ്ടി തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. അപ്പൊ അങ്ങനെ പോകുന്നു പാട്ട്. ഇനി ഷാബു സാറിന് ഇങ്ങനെ ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്നു എന്നുള്ള തീരുമാനം വളരെ നല്ല തീരുമാനമാണ്. കാരണം ഇത്രയധികം എപ്പിസോഡ്, ഇപ്പൊ 1495 മറ്റായിരുന്നു, ഒരു ദിവസം പോലും ബ്രേക്ക് ഇല്ലാതെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഒരു സാമാന്യ കഴിവില്ല. കാരണം നമുക്ക് തന്നെ പലപ്പോഴും പല ദിവസത്തെ പ്രോഗ്രാം പങ്കെടുക്കാൻ പറ്റാറില്ല, പല പ്രശ്നങ്ങളുമായിട്ട്. അങ്ങനെയുള്ള ആൾക്കാർ സാബു സാർ ഇപ്പം മിക്ക ദിവസങ്ങളിലും 99% എന്ന് തന്നെ പറയാം ഇവിടെ ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഇത്രയും കാലം നീട്ടിക്കൊണ്ടുപോയി. അത് പ്രത്യേകിച്ചും ഈ ട്രിബ്യൂട്ടിന് അർഹതപ്പെട്ട ആൾ തന്നെയാണ്. പിന്നെ ജാനകിയമ്മയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായികമാരിൽ ഒരാളാണ്.
ഏറ്റവും ഇഷ്ടപ്പെട്ട സുശീലാമ്മയെക്കാളും ഒരു പടി കൂടി ഇഷ്ടപ്പെട്ട ഒരാളാണ്. പക്ഷേ ഒരവസരത്തിൽ അവാർഡ് കമ്മിറ്റിക്കാർ ജാനകിയമ്മയെ തഴഞ്ഞു എന്നുള്ള ന്യൂസ് കണ്ടിരുന്നു പേപ്പറിൽ. അത് കുറച്ചൊരു വിഷമം ഉണ്ടാക്കി. കാരണം സുശീലാമ്മ നല്ല ഗായികയാണ്, എങ്കിലും ഒരു പടി കൂടി നല്ല വളരെ സിമ്പിളായിട്ടുള്ള പാടാനും ഒക്കെ പറ്റുന്ന ഒരു ഗാനമാണ് ജാനകിയമ്മയുടേത്. ഏതായാലും സാബു സാറിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു നോക്കാം. സാറേ, ആദ്യത്തെ വരികളൊന്ന് കാണണമല്ലോ, കുറച്ചൊന്ന് താഴ്ച. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ പൂക്കാരി മലരിനിയാർക്കു വേണ്ടി. മധുര പ്രതീക്ഷതൻ മണിദീപം കൊളുത്തിയ മാനസ തൂയൈനിയാർക്കു വേണ്ടി. തളിരിട്ട ഇനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. താങ്ക് യു സാർ. ജോസഫ് സാറേ. ഞാൻ പാടാൻ വരുമായിരുന്നു. ഏതായാലും ഉചിതമായ തീരുമാനമാണ്. പാട്ടുവിശേഷത്തിന്റെ 94 100-നോടടുക്കുന്ന എപ്പിസോഡുകളിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണക്കാരനായിട്ടുള്ള സാബു സാറിന്റെ ഡെഡിക്കേഷൻ, ആത്മാർത്ഥത നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന ഒരു കാര്യമല്ല. അത് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു ഔന്നത്യം അല്ലെങ്കിൽ സാറിന്റെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കും. 1500-നോടടുക്കുന്നു മൊത്തം ഹോമിന്റെ പരിപാടികൾ. ഏതായാലും ഒത്തിരി സ്നേഹ ബഹുമാനത്തോടെ നമുക്ക് വഴിയൊരുക്കി തരുന്ന സാബു സാറിനെ നമിച്ചുകൊണ്ട് ഞാൻ അവസാനത്തെ ആ 4 വരി പാടാം. ഭാവനയമുനതൻ തീരത്തു നീ തീർത്ത കോവിലിൻ നട തുറന്നതാർക്കു വേണ്ടി. സങ്കൽപ്പമണി വീണ സംഗീതം നീന്ന് സാധകം ചെയ്തിടുന്നതാർക്കു വേണ്ടി. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. അത് ഞാൻ ഇച്ചു മാറിപ്പോയി, ഒന്നുകൂടെ പാടണോ? പാടിക്കൂ. പാവനയമുനതൻ തീരത്തു നീ തീർത്ത കോവിലിൻ നട തുറന്നതാർക്കു വേണ്ടി. സങ്കൽപ്പമണി വീണ സംഗീതം നീന്ന് സാധകം ചെയ്തിടുന്നതാർക്കു വേണ്ടി. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. താങ്ക് യു. നമുക്ക് അടുത്ത പാട്ട് ജോഷ് സാർ. പാടാം. താങ്ക് യു സാർ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും
വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ പൂക്കാരി മലരിനിയാർക്കു വേണ്ടി. മധുര പ്രതീക്ഷതൻ മണിദീപം കൊളുത്തിയ മാനസ പൂജയിനിയാർക്കു വേണ്ടി. തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. ഭാവനയമൂനതൻ തീരത്തു നീ തീർത്ത കോവിലിൽ നട തുറന്നതാർക്കു വേണ്ടി. സങ്കൽപ്പ മണിവീണ സംഗീതം നീയെന്ന സാധകം ചെയ്തിടുന്നതാർക്കു വേണ്ടി. തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. സാറെ ഓക്കെ. പാടട്ടെ? ആ രമാവതി നമുക്ക് പഠിക്കും. പിന്നെ ഏതായാലും സാറിന് ഇങ്ങനെ ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്നതിൽ സന്തോഷമുണ്ട്. കാരണം ഇതൊരു തപസ് പോലെയാണ് സാറിന്റെ ക്ലാസ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്കെല്ലാം എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ട് ഒരു ദിവസം മുടക്കുമല്ല, അങ്ങനെ ഒറ്റ പ്രശ്നമില്ലാതെ. താങ്ക് യു സർ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈവിരൽ കാണുന്നല്ല പൂക്കാരി മലരീനി ആർക്കു വേണ്ടി. മധുര പ്രതീക്ഷതൻ മണിദീപം കൊളുത്തിയ മാനസ പൂജയിനി ആർക്കു വേണ്ടി. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. താങ്ക് യു സാർ. ഓക്കെ. ഒരാർക്കെങ്കിലും പാടാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിൽ പോകാം. ആർക്കെങ്കിലും പാടാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. രണ്ടാമത്തെ പാട്ട്. സൂര്യകിരീടം വീണുടഞ്ഞു. നമ്മുടെ മനസ്സിലൊക്കെ ഒരു നോവ് ഇങ്ങനെ വരും ഈ പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അല്ലെ. അങ്ങനെ അറിയാതെ പടുതിരിയോളം പ്രാണനിലേതോ നിഴലുകളാടുന്നു. ദേവാസുരം എന്ന മോഹൻലാൽ ചിത്രത്തിലെ മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. MG രാധാകൃഷ്ണനാണ് ഈണമിട്ടത്. പാട്ട് എഴുതിയത് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി. വളരെ മനോഹരമായിട്ടുള്ള വരികളാണ്. MG രാധാകൃഷ്ണന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഗാനം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടിയായിട്ടുള്ള MG ശ്രീകുമാറാണത് ആലപിച്ചത്. മനസ്സിലൊക്കെ ഇങ്ങനെ തങ്ങി ഒരു നീറ്റലായി ഇങ്ങനെ ഇങ്ങനെ നമ്മൾ തങ്ങി നിൽക്കുന്ന അത്രയും ഹോണ്ട് ചെയ്യുന്ന ഒരു പാട്ടാണ്.
സൂര്യകിരീടം എന്നുള്ളത്. സാബു സാർ ആരാ പാടുന്നത്? സാറ് ഞാൻ പറഞ്ഞു പാടാം. പാടി. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടും നീളും. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാങ്ങുപോ. നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാങ്ങുപോ. നാമജപാമൃതമന്ത്രം ചുണ്ടിൽ പിടിക്കും സന്ധ്യ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. പാടിക്കോളൂ. അടുത്ത പാടുന്ന ജോസഫ് സാർ പാടാത്തവർ പാടട്ടെ സാറേ. പാടിക്കോ, രണ്ടുപേരും സ്റ്റാർട്ടിങ്. മനോജ് സാർ പാടിക്കും. പാടാത്തവര് പാടിക്കോ. എല്ലാവരും ഒരു രണ്ടുപേരും നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നു പോയി. നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നു പോയി. നാമജപാമൃതമന്ത്രം ചുണ്ടിൽ ക്ലാവു പിടിക്കും സന്ധ്യാനേരം. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. യെസ്. സാർ താങ്ക് യു. പാടിക്കോളൂ. അഗ്നിയായി മ്യൂട്ടാണോ? അഗ്നിയായി കരൽ നീറവേ മോക്ഷമാർഗം നീട്ടുമോ? ഇഹപരശാപം തീരാനമ്മേ ഇനിയൊരു ജന്മം വീണ്ടും തരുമോ? സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീണ്ടും. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. ഓക്കെ, ഇനി ആരാണ്? രമാവതി വന്നു പഠിക്കുന്നു. നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നുപോയി. നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നുപോയി. നാമജപാമൃതമന്ത്രം ചുണ്ടിൽ ക്ലാവു പിടിക്കും സന്ധ്യാനേരം.
സൂര്യകിരീടം വീണുടഞ്ഞു രാവിൽ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടും നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൽ തിരുവരങ്ങിൽ. താങ്ക് യു സർ. ശ്രുതിമാമുണ്ട്. ഈ പാടാത്തവരൊക്കെ പാടും കേട്ടോ. പഠിക്കൂ. ആരെ രണ്ടുപേരും? ജോർജ് സാർ, സൈനബ മാം, സ്നേഹലത മാം. ഓക്കെ, വേണുഗോപാൽ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. ജോഷി ജോസഫ് സാറൊക്കെ ഉണ്ടല്ലോ, പാടിക്കോളും. അടുത്ത പാട്ട് സിമ്പിൾ. പാടുന്നില്ല ആരും? പാടുന്നുണ്ടോ? ഇല്ല, പഠിക്കും. ഇത് പറയാം സാർ, സമയം പറയാം. ഓലഞ്ഞാലിക്കുരുവി. അവരുടെ ഒരു മിനിറ്റ്, രണ്ടുപേരും പാടി. സൂര്യകിരീടം. ശരി, ഒരു സെക്കൻഡ്, ഞാൻ മാറ്റിയിടാം. ഓക്കെ. നെഞ്ചിലെ പിരിശങ്കിലേ തീർത്ഥമെല്ലാം വാർന്നു പോയി, നെഞ്ചിലെ പിരിശങ്കിലേ തീർത്ഥമെല്ലാം വാർന്നു പോയി, നാമജപാമൃതമന്ത്രം ചുണ്ടിൽ ക്ലാവു പിടിക്കും സന്ധ്യാനീർ, സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. ഓക്കെ, താങ്ക് യു. അടുത്ത പാട്ടെടുത്തോളൂ. ഓക്കെ, അടുത്ത അപ്പൊ നമ്മൾ ഈ ഓലഞ്ഞാലിക്കുരുവി. പാട്ടുകളൊക്കെ നമ്മൾ കൂടുതൽ ഈ പ്രായത്തിലൊക്കെ ആളുകൾ കൂടുതൽ നമ്മൾ ഈ പഴയ പാട്ടുകളാണ് എപ്പോഴും താലോലിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? എപ്പോഴും നമ്മൾ പഴയ പാട്ട് എത്ര പുതിയ പാട്ട് വന്നാലും അതൊന്നും മനസ്സിലിങ്ങനെ നിൽക്കാറില്ല. പഴയ പാട്ടുകളിലേക്കാണ് നമ്മുടെയൊക്കെ ഒരു ശ്രദ്ധ ഇങ്ങനെ പോകുന്നത്. അപ്പൊ കുട്ടികളൊക്കെ എന്താ പറയാ, തന്ത വൈബ് എന്ന് പറയും. ഇപ്പൊ പുതിയ വാക്കുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അവര്, തന്ത വൈബ് എന്നൊക്കെ പറയും. പക്ഷെ സാബു സാറ് തന്ത വൈബ് ഒന്നുമല്ല, അത് പുതിയ കൂട്ടുകാരും കൊച്ചു കുട്ടികൾ വരുമ്പോ അവരുടെ കൂടെ പാടാനും അവരുടെ പാട്ടുകളൊക്കെ അഡാപ്റ്റ് ചെയ്യാനൊക്കെ വളരെ മിടുക്കനാണ് സാബു സാറ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 1983 എന്നുള്ള ഒരു പടത്തിലെ ചെറുപ്പക്കാര്, അതായത് പ്ലസ് ടുക്കാരൊക്കെ പാടുന്ന പാട്ട് അദ്ദേഹം സന്തോഷത്തോടെ പാടുന്നതും ആസ്വദിക്കുന്നതും. അല്ലേ? ഏതാ പാട്ട്? ആ, ഓലഞ്ഞാലിക്കുരുവി അല്ലേ? ഓലഞ്ഞാലിക്കുരുവി എന്നുള്ള പാട്ട് കുട്ടികളുടെ പാട്ടാണ്, അല്ലെ? ഈ ഒരു യുഗത്തിലത്തെ പാട്ടാണ്. പക്ഷെ അതൊക്കെ അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്. നല്ല പാട്ടുകൾ എന്നും ആസ്വദിക്കാനും സ്വീകരിക്കാനും അദ്ദേഹത്തിന് മടിയൊന്നുമില്ല. തന്ത വൈബ് എന്ന് പറഞ്ഞാൽ അതിൽ അടച്ചൊന്നും നിൽക്കില്ല. അപ്പൊ നല്ലത് എവിടെയാണോ അതിനെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു പാട്ടും പാടി അന്തരിച്ച ജയേന്ദ്രനും അതുപോലെ തന്നെ വാണി ജയറാമും പാടി അനശ്വരമാക്കിയ ഓലഞ്ഞാലിക്കുരുവി എവർ ഹിറ്റ് സോങ് ആണത്. പാടിക്കോളൂ സാർ, രണ്ടുപേരും പാടും. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട് കൂട്ടിക്കിടുന്നു വീരിമെല്ലത്തഴുവി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടിക്കിടുങ്ങി മിഴിപ്പീരിമെല്ലത്തഴുകി. നറുചിരി 4 മണി പിരിഞ്ഞു, ചെറുമഷിത്തണ്ടു നീട്ടി വന്നെടുത്തു നനയും ഞാനാദ്യമാലിക്കുരുവി ഇളം കാട്ടിലാടി വരു നീ, കൂട്ടുകൂടിക്കിടുങ്ങി
മിഴിപ്പീലി മെല്ലെ തഴുകി. ഓക്കെ, താങ്ക് യു. പാടിക്കോളൂ. അശ്വതി ആരൊക്കെയാണ് പാടും? പുതിയതായിട്ടുള്ളവരൊക്കെ പാടും. പാടാത്തവർ രണ്ടുപേരും പാടണം കേട്ടോ. ഇത് സാധാരണ ഒരു ട്രിബ്യൂട്ടാണ് ഈ ഒരു എപ്പിസോഡ്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ സ്നേഹമൊക്കെ രണ്ടുപേരും പാട്ടിലൂടെയാണ് അദ്ദേഹത്തെ അറിയിക്കേണ്ടത്. നിങ്ങൾക്കൊക്കെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി ആസ്വദിക്കുവാനും അതുപോലെ തന്നെ പ്രോഗ്രാം അവതരിപ്പിക്കാനും ഇത്രയും മനോഹരമായിട്ടുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ഇതിന്റെ ആളാണ് സാറ്. അപ്പൊ നിങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും കടപ്പാടും ഒക്കെ പ്രകടിപ്പിക്കുവാനായിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. അത് രണ്ടുപേരി ഗാനത്തിലൂടെ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ടുപേരി ഗാനത്തിലൂടെ ആവുമ്പോൾ അത് അദ്ദേഹത്തിന് കൂടുതൽ മധുരം. ഓക്കെ ഓക്കെ സർ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ, കൂടു കൂട്ടിക്കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ, കൂടു കൂട്ടിക്കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. നറുചിരി 4 മണിപ്പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷിത്തണ്ട് നീട്ടി വന്നടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യം. ഓക്കെ സർ, താങ്ക് യു സർ. താങ്ക് യു. കുറവാന്നാ തോന്നണം എനിക്ക്. കാരണം എന്താ, മൈക്ക് അല്ല ക്യാമറ ഓൺ ചെയ്തില്ല. ഒരാളോട് നന്ദി പറയുമ്പോൾ നമ്മൾ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കിയൊക്കെ പറയണം എന്നാണ് സാധാരണ പറയാറ് അല്ലേ? അപ്പോഴാണ് ആ ഫീലിംഗ് ശരിക്കും അവർക്ക് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ ക്യാമറ ഒക്കെ ഇങ്ങനെ ഓഫ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു കുറവുണ്ടെന്ന് എനിക്കൊന്ന് ഫീൽ ചെയ്യുന്നു കേട്ടോ. അപ്പൊ കഴിയുന്നതും നിങ്ങൾ ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് ആ ചിരിച്ച മുഖത്തോടു കൂടി ആ നന്ദി സൂചകമായിട്ടൊന്ന് പാടുമ്പോൾ അത് ഹൃദയത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ ഓക്കെ, പാടിക്കോളൂ. ഞാനാ പാടുന്നെ? മനോജ് സാറെ തീണ്ട് പാടിക്കോളൂ. ഞാനിവിടെ സാറേ, തന്നെയുണ്ട് മനോജ് സാറേ. സാറേ. യെസ്, ഓക്കെ. ഞാനിവിടെ തന്നെയുണ്ട്. ഞാൻ ഈ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും പാടുന്നത്. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ, കൂട്ടുകൂടിക്കിടുങ്ങി പിടിപ്പീലി മെല്ലെ തഴുകി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ, കൂടു കൂട്ടിക്കുടുങ്ങി വിഴിപ്പീലി മെല്ലെ തഴുകി. നറുചിരി 4 മണി പൂവ് പോൽ പിരിഞ്ഞുവോ, ചെറുമഷിത്തണ്ടു നീട്ടി വന്നടത്തു നിന്നുവോ, മണിമധുരം നുണയും കനിവിൻ മഴയിലോ നനയും ഞാനാദ്യമായി. പോലെ ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ, കൂട്ടുകൂടിക്കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഓക്കെ, താങ്ക് യു ജോഷി സാർ. ഇത് പാടാൻ ഇപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആ പഴയ 10ാം ക്ലാസ്സുകളിലേക്ക് ആ പ്രീ കാലത്തേക്കൊക്കെ ഒന്ന് തിരിച്ചു പോവുക. അത് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് ഇരുന്നിരുന്ന ആളെയൊക്കെ ഒന്ന് തോണ്ടില്ലേ നമ്മള്, അല്ലെങ്കിൽ ഒന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ലേ? ഒന്ന് പറയൂ ആ അനുഭവമൊക്കെ മനസ്സിൽ കൊണ്ടുവന്നെ കുറച്ച് നന്നായിട്ട് പാടാൻ പറ്റും. ഇതിൽ നോക്കുമ്പോഴേ ഒരു പ്രശ്നമാണ്. ഇതിൽ നോക്കുമ്പോ അനുഭവങ്ങളിലൂടെ പാട്ട് വരുമ്പോ അത് കുറച്ചും കൂടി ആസ്വാദ്യകരമാവും കേട്ടോ. ആ അനുഭവങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവരാൻ എന്തെങ്കിലും അനുഭവം ഉണ്ടെന്ന് പറയാൻ ഷെയർ ചെയ്യട്ടാ ജോഷി സാറിന്. സിംബലൈസ് ചെയ്യണം അല്ലേ? സിംബലൈസ് പഴയ ചെയ്യണം. ആരെങ്കിലും ഉണ്ടോ? അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കാട്ടാ. അതൊക്കെയല്ല അതിന്റെ ഒരു രസം. സൈനബ മാം ഒരു 2 വരി. ശുദ്ധോദനൻ ഡോക്ടർ 2 വരി. അതെ എല്ലാവരും സൈനപ്പ മേഡം ഒക്കെ പാടൂ, രണ്ടുപേരും പാടൂ നിങ്ങൾ. അതെ ഓൺ മൈക്ക് ഓഫ്. മൈക്ക് ഓണല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഹലോ, അതെ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പാടിക്കോളൂ. ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ശ്രദ്ധിക്കായിരുന്നു എന്താ ഇവിടെ നടക്കണേന്ന്. ആക്ച്വലി ഈ പാട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തളിരിട്ട കിനാക്കൾ ഒന്ന് ശ്രമിച്ചു നോക്കാം. പാടിക്കോ അത് വെച്ചോ? അതൊന്ന് വെച്ചു കൊടുക്കുക. വെച്ചോ. വെച്ചോ.
തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ, പൂക്കാരി മലരെ നീയാർക്കു വേണ്ടി. മധുര പ്രതീക്ഷകൾ ദീപം കൊളുത്തിയ മാനസ പൂജയിനി ആർക്കു വേണ്ടി. തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. താങ്ക് യു സർ. നേരത്തെ പാടാത്തതിന്റെ കുഴപ്പം കണ്ടോ? ഒരുപാട് നന്ദി ഒരു അവസരം തന്നതിന്. ഒരുപാട് കേൾക്കുന്നില്ല. ഒരുപാട് നന്ദി സർ. അതെ അതെ മാം, നല്ല മനോഹരമായിട്ട് പാടി. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഒരുപാട് ഒരുപാട് സന്തോഷം സാർ. ഞാനപ്പോ കേറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. താങ്ക് യു സർ. എല്ലാ ഞായറാഴ്ചകളിലും ഉണ്ട്. എല്ലാ ഞായറാഴ്ചയും ഇനി കയറാം, എല്ലാരും പരിചയപ്പെടാലോ. താങ്ക് യു സർ. ഷാബു സാർ അൺമ്യൂട്ട് ചെയ്യണേ സൗണ്ട്. ഇനി അടുത്താരെ പാടുന്നത്? ഇനി ഒത്തിരി പേരുണ്ടല്ലോ പാടാനായിട്ട്. ഇനി സ്നേഹലത മാമുണ്ട്, പാടുന്നുണ്ടോ? ഷേർലി മാമുണ്ട്. ഷെർലി മാമൊക്കെ പാടും. രമാവതി മാമുണ്ട്. സാറ് പാട്ട് മാറ്റിയില്ല. പാട്ട് മാറ്റാം. രമാവതി മാം പഠിക്കും. 2 വരി പാടാം സാർ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടിക്കിണങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂടുകൂട്ടിക്കിണങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. നറുചിരി 4 മണി പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി തണ്ട് നീട്ടി വന്നെടുത്ത് നിന്നുവോ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്താൽ മതി, വിളിക്കാം. നമുക്ക് അടുത്ത പാട്ടിക്കാം. ഷാബു സാർ അൺമ്യൂട്ട് ചെയ്യും. വാ ചിറകുമാ ചെറുവയൽ കിളികളാൽ അലയുവാ. വാ ചിറകുമാ ചെറുവയൽ കിളികളാൽ അലയുവാ. കളിച്ചിരിയുടെ വിരലാൽ തൊടുകുറിയിടുമഴകായി ചെറുകൊലുസിന്റെ കിലുക്കത്തി താളം മനസ്സിൽ നിറയും. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നി, കൂട്ടുകൂടി കിണുങ്ങി മെഴുകി മെല്ലെ തഴുകി. നറുമണി 4 മണി ചെറുമഷി കണ്ട് നീട്ടി വന്നടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൽ മഴയിലും അനയും ഞാനായി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടുവരുന്നു,
കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. അടുത്തത് പാട് ഈ തരണം. സ്നേഹതമ പറയുന്നുണ്ടോ ഷേർലി മാം? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത പാട്ടിൽ പോവാം. നീലജലാശയം. യെസ്, എ ടി ഉമറിന്റെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. എ ടി ഉമർ ഈ ഒരു നീലജലാശയം എന്ന് കേട്ടിട്ട് എനിക്ക് മ്യൂസിക് ഡയറക്ടർ എ ടി ഉമറിനെയാണ് ഓർമ്മ വരിക. അദ്ദേഹം മനോഹരമായിട്ടുള്ള പാട്ടാണ്. അവാർഡുകളൊക്കെ കിട്ടിയതാണ്. ഈ പാട്ട് റെക്കോർഡ് ചെയ്യണമെന്ന് 20ാമത്തെ പാട്ടായിട്ടാണ് റെക്കോർഡ് ചെയ്തത് ഈ പാട്ട്. രാത്രി 12-1 മണിക്ക് യേശുദാസൊക്കെ കത്തി നിൽക്കുന്ന കാലാണ്. അപ്പൊ അദ്ദേഹം രാത്രി 12 മണിക്ക് പാട്ട് പാടാൻ വന്നപ്പോ എല്ലാവരും പറഞ്ഞു ഇത് പാടണ്ട, നമുക്ക് അടുത്ത ദിവസത്തേക്ക് ആവും. അപ്പൊ യേശുദാസ് പറഞ്ഞു ഇല്ല, ഞാൻ ഇന്ന് തന്നെ പാടാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ രാത്രി തന്നെ ഈ പാട്ട് പാടിയാണ്. ബിച്ചു തിരുമലയാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു പാട്ട് എഴുതിയത്. അംഗീകാരം എന്നുള്ളൊരു സിനിമയിലെ പാട്ടാണ്. അപ്പൊ പാടിക്കഴിഞ്ഞിട്ട് യേശുദാസ് എ ടി ഉമറിനോട് ചോദിച്ചു തൃപ്തിയായില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പൊ അദ്ദേഹം എ ടി ഉമറിനെ യേശുദാസിനെ വലിയൊരു ദൈവത്തെ പോലെയാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത്. അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ ഹൃദയം പൂമ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി. ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളായി. അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി. നീലത്താമരയായി. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റമര വിരിഞ്ഞു. നീലജലാശയത്തിൽ. പാടിക്കോളൂ. പാട്ടെ. പഠിക്കും. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. ഹൃദയം പൂപ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി. ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളായി. അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി. താമരയായി. നീലജലാശയത്തിൽ
ഹംസങ്ങൾ നീരാടും പൂങ്കളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര നിമിഷം വാചാലമായി ജന്മങ്ങൾ സഫലങ്ങളായി നിന്നിലും എന്നിലും ഉൾപ്രേരണകൾ ഉത്സവമത്സരമാടി നീലശിയുടെ നീലിമ നമ്മുടെ മുന്നിൽ നിർത്തിയ കുമ്പളം പഠിക്കൊള്ളടുത്താള് സാറ് പഠിക്കും. ഓക്കെ, ഞാൻ പാടാം. ആ നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. ഹൃദയം പൂമ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ നീർക്കുമിളകളായി അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി നീലത്താമരയായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. നിമിഷം വാചാലമായി ജന്മങ്ങൾ സഫലങ്ങളായി നിന്നിലും ഉൾപ്രേരണകൾ ഉത്സവമത്സരമാടി നിശയുടെ നീലിമ നമ്മുടെ മുന്നിൽ നീർത്തിയ കമ്പളമായി ആതിസമാഗമമായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. താങ്ക് യു. താങ്ക് യു. അടുത്താള് നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും കാണാമേ പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ
ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. ഹൃദയം പൂവൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളായി അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി നീലത്താമരയായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. താങ്ക് യു സർ. താങ്ക് യു. ഞാനൊരു സാബു സാർ ഉമാവതി പാടില്ല. മാം. നിമിഷം വാചാലമായി ജന്മങ്ങൾ സഫലങ്ങളായി നിന്നിലുമെന്നിലും ഉൾപ്രേരണകൾ ഉത്സവമത്സരമാടി നിശയുടെ നീലിമ നമ്മുടെ മുന്നിൽ നീർത്തിയ കമ്പളമായി ആദ്യ സമാഗമമായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. താങ്ക് യു സർ. സാബു സാർ പഠിക്കോ? ജോസഫ് ജോൺ സാർ പഠിക്കില്ലേ? ഹൃദയം പൂമ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളായി അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി നീലത്താമരയായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. സാബു സാറിന്റെ ഏറെ ഇഷ്ടഗാനമാണെന്ന് തോന്നുന്നത്. സാർ നന്നായിട്ട് പാടിയിട്ടുമുണ്ട് ഇത്. ഇനി ആരാ പാടാനുള്ളത്? സാറേ ഞാൻ പാടി നോക്കട്ടെ. ആ പഠിക്കും. അതിനുശേഷം ജോഷ് സാർ പഠിക്കും. പറഞ്ഞോ സിനിമ. ആരെങ്കിലും പാടുന്നുണ്ടോ? പാട് പാട്. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലജലാശയത്തിൽ ഹൃദയം പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളായി അവയുടെ ലാള
ബ്രേക്ക് ആവുന്നു. ജോഷി സാറ്. ഓക്കെ സാറേ, ഒരു കാര്യം തുടങ്ങുക വളരെ എളുപ്പമാണ്, എന്നാൽ അത് ദീർഘകാലം തുടരുക അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുക വളരെ ദുഷ്കരമായ സംഗതിയുമാണ്. ഒത്തിരി ആളുകൾ ഒത്തിരി കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പലതും തുടക്കത്തിലെ തന്നെ ഇട്ടിട്ട് പോവും, അല്ലെ കുറച്ചു കാലം കഴിയുമ്പോൾ നിർത്തും. അപ്പൊ എനിക്ക് സാബു സാറിൽ കണ്ട ഏറ്റവും വലിയ ഒരു കാര്യം, ഇത് എല്ലാ ദിവസവും, അതിന് എന്ത് തരം വലിയ ദേശീയ അവധിയാണേലും കൊടുങ്കാറ്റാണേലും വെള്ളപ്പൊക്കമാണേലും കല്യാണം വന്നാലും അതിന്മേൽ ഒരു ചുളിവും പറ്റാൻ സമ്മതിക്കുന്നില്ല. അതൊരു വലിയ ക്വാളിറ്റിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതും ഞാനും അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുമാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ഏന്തി വലിഞ്ഞാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, അതിൻ്റെ പറ്റുന്നിടത്തോളം എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് സാറിൽ അതിനെ വലിയ സന്തോഷത്തോടെയാണ് ഓർക്കുന്നത്. അതിനുള്ള ഒരു ട്രിബ്യൂട്ട് തന്നെയാണ് ഞാൻ ഓരോ ദിവസങ്ങളിൽ ഇതിൽ പങ്കെടുക്കുമ്പോൾ പാട്ട് പാടുന്നത്. ഞാൻ ഒരു വേദിയിലും പാടിയിട്ടില്ല. ഈ പല പാട്ടുകളും ഇവിടെ വരുമ്പോഴാണ് ഇത് കേൾക്കുക പോലും ചെയ്യുന്നത്. അതാണ് എൻ്റെ. അതുകൊണ്ട് ഞാൻ പാടുന്നത് ഒത്താലും ഒത്തില്ലേലും അത് സാറിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ്. ഈ കേട്ട ഈ പാട്ട് എനിക്ക് ഒട്ടും വഴങ്ങുന്നതുമല്ല. ഞാനിത് ആദ്യം പോലെ കേൾക്കുന്ന ഒരു പാട്ടുമാണ്. എങ്കിലും ഞാൻ പറ്റുന്നിടത്തോളം പാടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, സാറിന് ഒരിക്കൽ കൂടി വലിയ ഒരു സല്യൂട്ട്. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. ഹൃദയം പൂമ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി. ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർ കുമിളകളായി. അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി. നീല താമരയായി. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ. ഓക്കെ, താങ്ക് യു. ഇതിൽ ആരാണ് പാടാത്തത്? മാത്യു സാർ ഉണ്ടല്ലോ, പിന്നെ ഒരു അശ്വതി മാം ഉണ്ടല്ലോ. രണ്ടുപേരും ഒന്ന് പങ്കുവയ്ക്കാമോ? മാത്യു സാർ, അശ്വതി മാം. എല്ലാവരും പാടിക്കോളൂ. നമുക്ക് ഈ പാട്ടോടുകൂടി നിർത്താം. അപ്പൊ എല്ലാവരും പാടും. എല്ലാവരും രണ്ടുപേരും പാടും. നിങ്ങളുടെയൊക്കെ സ്നേഹം അറിയിക്കട്ടെ സാറിന്റെ അടുത്ത്. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ ഹൃദയം പൂമ്പൊയ്കയായി
ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളായി അവയുടെ ലാളനമേറ്റുമയങ്ങും നീയൊരു താമരയായി നീലത്താമരയായി നീലജലാശയത്തിൽ. താങ്ക് യു. അടുത്തത് മാത്യു സാർ, ജിയോ സാർ രണ്ടുപേരുണ്ടല്ലോ, രണ്ടുപേരും ഒന്ന് പാടാമോ സാബു സാറിന് വേണ്ടി? ഹലോ, കേൾക്കുന്നില്ലേ? ഷബു സാറേ, സത്യത്തിൽ ഈ പാട്ടിന്റെ വരികളില് ഒരു നീലജലാശയത്തിലെ ഒരു നീലത്താമരയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? എത്ര മനോഹരമായ വരികളാണ്. ആ നീലത്താമര വിരിയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്ത് ഏ രസമായിട്ട് അതെ അതെ, മനോഹരം. മനോഹരമായ ഒരു പാട്ട്. അപ്പൊ ഈ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം. എനിക്ക് തന്ന ഡെഡിക്കേഷൻ ഞാൻ തിരിച്ചു തരാം. എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അല്ല, ഈ പാട്ടുകളൊക്കെ സാറിന്റെ മാത്രം ഇഷ്ടമല്ല, ഇവിടെ ഉള്ളവരൊക്കെ ഇഷ്ടമുള്ള പാട്ടുകളാണ്. അതെ അതെ, അത് രസകരമായി പാടാവുന്ന ഒരു പാട്ടുമാണ്. അപ്പൊ നമ്മുടെ ഓരോ പാട്ടുകൾ മറ്റുള്ളവരുടെ ഇഷ്ടഗാനങ്ങളാകുമ്പോ നമുക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവും, ഇല്ലേ രമാവതി മേഡം? ഇല്ലേ? അതെ അതെ, ശരിക്കും സാറേ, ശരിക്കും ശരിക്കും അതാണ് പറയുന്നത്. സാബു സാറിന്റെ ഇഷ്ടഗാനങ്ങളുടെ നമ്മുടെ ഈ ഇഷ്ടഗാനങ്ങളാണ്. അപ്പൊ അതെങ്ങനെ അറിയുമ്പോൾ ഒരു സന്തോഷം. ഞാനൊരു 60 പാട്ടാണ് ഷാബു സാറിന് കൊടുത്തത്. 60 പാട്ടിന്റെ ഒരു ലിസ്റ്റാണ് ഞാൻ ഷാബു സാറിന് കൊടുത്തത്. സാർ അതിനെ ഈ പറഞ്ഞ പോലെ 8-10 തന്നു. പക്ഷെ ഇതെല്ലാ പാട്ടുകളും എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പാടാൻ പറ്റുന്ന പാട്ടുകളാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മളെപ്പോഴും യാത്രകൾ ചെയ്യുമ്പോഴും ഒക്കെ ഈ പാട്ടുകൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. അതെല്ലാം റെക്കോർഡ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ അല്ലാതെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ യാത്രയിലും നമ്മളിത് കേൾക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പാട്ടുകൾ എ.ടി. ഉമ്മറിന്റെ പാട്ട് നമ്മൾ പാടിയപ്പം എല്ലാവരും ഈ പാട്ട് പാടി. കാരണം ഞാൻ ആ പാട്ട് എനിക്ക് ആ പാട്ട് പാടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത്തവണ ഞാൻ എന്തായാലും പാടുക. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. ഹൃദയം പൂപ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളായി അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി നീലത്താമരയായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നിമിഷം വാചാലമായി ജന്മങ്ങൾ സഫലങ്ങളായി നിന്നിലും എന്നിലും ഉൾപ്രേരണകൾ ഉത്സവമത്സരമാടി ദിശയുടെ നീലിമ നമ്മുടെ മുന്നിൽ നീർത്തിയ കമ്പളമായി ആദ്യ സമാഗമമായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു.
അപ്പൊ പാടാത്തന്റെ വിഷമം അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പാടാത്തന്റെ വിഷമം തീർത്തത്. അതെ കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ പാടണമെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവരും ആ പാട്ട് പാടിയോണ്ട് നമുക്കത് പാടാനേ പറ്റിയില്ല. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. വളരെ നമുക്ക് ഇതുപോലത്തെ ഇഷ്ടഗാനങ്ങൾ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇതുപോലെ തരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് പാടാം. ഒന്ന് സെലക്ട് ചെയ്ത് നോക്കൂ. അടുത്ത പ്രാവശ്യം ഷാബുസ് സാർ ഇതുപോലെ പാടും. ജോസഫ് ജോൺ സാർ ഇതുപോലത്തെ ഒരു ഇഷ്ടഗാനങ്ങളുടെ ഒരു പാട്ടെടുത്താൽ ഒരുപക്ഷെ ഈ പാട്ടുകളൊക്കെ റിപ്പീറ്റ് ചെയ്യുമായിരിക്കും, എങ്കിൽ പോലും അതൊരു ഉറയ്ക്കും അല്ലേ? ജോസഫ് ജോൺ സാറിന്റെ പാട്ട് ഇട്ടോളൂ, ഇഷ്ടഗാനങ്ങൾ. അടുത്ത ആഴ്ച ജോസഫ് ജോൺ സാറിന്റെ ഇഷ്ടഗാനങ്ങളായിരിക്കാം. ആയിക്കോട്ടെ ജോസ് സാർ, കേൾക്കാവോ? ഇല്ല, അവിടെ ആളില്ലേ? ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് ഇഷ്ടമുള്ള പാട്ടുകൾ എടുക്കും. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വന്നാലും അങ്ങനെ വരുമ്പോ പലരുമായിരിക്കും. പിന്നെ എഴുതിയവരൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഏതാണ് കുഴപ്പമില്ലല്ലോ. ഇഷ്ടഗാനങ്ങൾ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ട്. യേശുദാസിന്റെ വരും, പിന്നെ ജയേന്ദ്രന്റെ വരും, അത് മാറി മാറി വരുമല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? എല്ലാവരും ഇഷ്ടഗാനങ്ങൾ ചെയ്തിട്ട് അതിന് ഏറ്റവും ടോപ്പ് ടൈം നമുക്ക് അവസാനം തിരഞ്ഞെടുക്കാം, സെലക്ട് ചെയ്യാം. കുറച്ചേ ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ. അത് ജോസഫ് ജോൺ സാർ റെഡി ആവൂല്ലോ അല്ലേ ജോസഫ് സാർ? അടുത്ത ആഴ്ച സാറാണ് ചെയ്യുന്നത്. അതെ, ഓക്കെ. അല്ല, നമുക്ക് മറ്റേതും വേണ്ടേ, ഒരു കണ്ടന്റും വേണ്ടേ? അല്ല, ഇതൊന്ന് ചെയ്തിട്ട് ചെയ്യാം, കുഴപ്പമില്ല. ആ. നമ്മളെ ഒരു ഇനിയിപ്പോ ഒരു 4 ആഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ. 4 ആഴ്ചക്കുള്ളിൽ കുറച്ച് പാട്ടുകൾ, നമുക്ക് ഇഷ്ടമുള്ള കുറെ പാട്ടുകൾ നമുക്ക് പാടാനുള്ള ഒരു ഇതിലേക്ക് ഒന്ന് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. വന്നിട്ട് 100ാമത്തെ എപ്പിസോഡില് പാട്ടുകളൊക്കെ പാടാൻ പറ്റുന്ന രീതിയിലേക്ക് ആകും. കാരണം നമ്മൾ ചുമ്മാ ഇങ്ങനെ മൂളിയിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് വരണ്ടേ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഇനിയും കുറച്ച് പാട്ടുകൾ കേട്ടാ ഇപ്പൊ സെലക്ട് ചെയ്തതിൽ ഇപ്പൊ നീലജലാശയത്തിൽ മാത്രമേ പറഞ്ഞുള്ളൂ. അതിനുശേഷം ഹൃദയം ദേവാലയം എന്ന് പറഞ്ഞ് പിച്ചു തിരുമല എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്, ഹൃദയം ദേവാലയം. അതുപോലെ തന്നെ മധുരിക്കും ഓർമ്മകളെ എന്ന് പറഞ്ഞൊരു നാടകഗാനമുണ്ട്, ചെറിയ മൽദേവിന്റെ മനോഹരമായിട്ടുള്ള പാട്ട്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ കലാഭവൻ മണി പാടിയ പാട്ട്. ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവനാണ് ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരും, വയലാറിന്റെ മനോഹരമായിട്ടുള്ള പാട്ട്. മറന്നിട്ടും എന്തിനോ തുളുമ്പുന്ന 2ാം ഭാവത്തിലെ വിദ്യാസാഗർ ജയേന്ദ്ര ടീമിന്റെ പാട്ടുകൾ. അങ്ങനെ ഒരു 10 പാട്ടുകളാണ് സാറിന്ന് ഹൃദയത്തോട്. അതുപോലെ നമ്മുടെ ഗ്രൂപ്പില് ഈ അവരവരുടെ ഇഷ്ടഗാനത്തിന്റെ 4 വരിയോ 8 വരിയോ ഒക്കെ പാടിയിടാം. പാടിയിടുന്നത് നല്ലതായിരിക്കും, ഒരു എക്സർസൈസ് എന്നുള്ള നിലയിൽ പാടി പഠിക്കാണ്. നമ്മൾ ഏകദേശം 2 വർഷമായി പ്രോസസ് ചെയ്യുന്നത്. അപ്പം ഒരു പാട്ടിലൊരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ സത്യത്തിൽ അതൊരു നഷ്ടമല്ലേ? അപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മള് ഒരു ചെറിയ ഗ്രൂപ്പിൽ പാടിയിടാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് പുതിയ ആൾക്കാരെയൊക്കെ പാട്ടുകാരനാക്കണം ഈ ഫ്ലോറിന്. അതായത് ഭയം കൂടാതെ പാടാനുള്ള ഒരു അവസരം. പുറത്തൊക്കെ പാടുമ്പോൾ ഇവർക്ക് പേടിച്ചിട്ട് പലരും പാടില്ല. നന്നായി പാടുന്ന ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ അവർക്ക് ഈ പറഞ്ഞ മാതിരി സഭാകമ്പം പേടിയായ കാരണം അവരൊന്നും അവരുടെ കഴിവുകൾ പുറത്തെടുക്കുന്നില്ല. അപ്പൊ അത്തരം കഴിവുകൾ പുറത്തെടുക്കാൻ നിങ്ങൾ ആദ്യം ക്യാമറ ഓഫ് ചെയ്ത് പാടിക്കോ, ഞങ്ങൾ സ്വാഗതം ചെയ്തു. അതിനുശേഷം 2ാമത്തെയും 3ാമത്തെയും എപ്പിസോഡൊക്കെ ക്യാമറ ഓൺ ചെയ്ത് നിങ്ങൾ പാട്. അപ്പൊ ധൈര്യം കിട്ടും. ഭയം നമ്മുടെ മനസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കഴിവുകളൊക്കെ നമ്മൾ പുറത്തു വരും, താനെ പുറത്തു വരും. ഒരു 4 വരി പ്രിപ്പയർ ചെയ്താൽ മതി, 4 വരി, ഏതെങ്കിലും ഒരു 4 വരി. അപ്പൊ നിങ്ങളൊക്കെ പാട്ടുകാരനാക്കാനുള്ളൊരു ഫ്ലോറാണ്. പാട്ടുകാരനാകാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ പാട്ടുകാരനാവും, അറിയാതെ പാട്ടുകാരനായി പോയി പാടി പാടി. ഗായകര് ചെറിയൊരു ശതമാനമേ ഉള്ളൂ, ആസ്വാദകര് 95% ആസ്വാദകരാണ്. ഒരു 20% താഴെ ഗായകരുള്ളൂ. ശ്രമിക്കാത്തതുകൊണ്ടാണ് സത്യത്തിൽ അല്ലേ? ആസ്വാദകർക്ക് അല്പം ഒന്ന് ശ്രമിച്ചാൽ ഏതെങ്കിലും ചെറിയ ഒത്തുചേരലുകളിലെ വീട്ടിലെ ഏതെങ്കിലും ഫംഗ്ഷനിലൊക്കെ 4 വരി പാടാനുള്ളൊരു ധൈര്യം കിട്ടും. അതാണ് അങ്ങനെ കയറി വരണം. അല്ല സാർ, അതല്ല, നമ്മൾ പാടിക്കഴിഞ്ഞാൽ നമ്മളെക്കാളും പാടാൻ കഴിവുള്ള മുന്നിൽ ഇരിക്കുന്നുണ്ടാവും. അത് നോക്കരുത് സാർ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പാടാൻ പറ്റത്തില്ല. അങ്ങനെ നോക്കിയാൽ പാടാൻ പറ്റത്തില്ല. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് പാട്ടിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പാട്ട് ആസ്വദിക്കാനുള്ള കഴിവാണ് സാറേ വലിയൊരു കഴിവ്. സാറേ, അങ്ങനെ നോക്കാതെ പാടാൻ പറ്റുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോം ഇതേ ഉള്ളതായിരിക്കും. അല്ല, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നല്ല പാട്ടുകാർ വന്നാൽ അപ്പളേ പോകും, അല്ലാത്തടത്ത് നമ്മളെ കളിയാക്കും. അതെ, നമുക്കിപ്പോ എല്ലാവരെയും കൊണ്ട് നമ്മൾ പാടിക്കുമല്ലോ. അല്ല, ഇവിടെ ഉള്ളത് പറ്റത്തുള്ളൂ. ഞാൻ നമ്മുടെ ഈ ഫോറേന്റെ
4AM ആദ്യകാലത്ത് ഇങ്ങനെ രാത്രി ഞങ്ങളുടെ ഈ ആലപ്പുഴ ചാപ്റ്ററിൽ ഇങ്ങനെ ചുമ്മാ എല്ലാവരുടെ കൂടെ, അതൊന്നും പാട്ടുകാരൊന്നും അല്ല, ചുമ്മാ കയറി പാടുന്നവരാ, ചുമ്മാ ഇങ്ങനെ അങ്ങ് പാടും. അല്ല, ഞാൻ ഈ പാട്ട് അറിഞ്ഞിട്ട് പാടാത്തേക്കാളും എത്രയോ ഭേദമാണ് അറിയാത്ത പാടുന്നത്. അല്ല, അതൊക്കെ ഷാബു ന്യായമാണ്. സാറേ ഈ അപ്പൊ പാട്ടങ്ങ് പാടി നിർത്തൂ. ഷാബു സാറേ ഈ പാട്ടങ്ങ് പാടി നിർത്തും. ഏതാണ്? മധുരിക്കും ഓർമ്മകളെ. ആ, അടിപൊളി പാട്ട്. ഇഷ്ടപ്പെട്ട പാട്ടാണ്. മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ. മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഇടനെഞ്ചിൽ താളമോടെ, നെടുവീർപ്പിൻ മൂളലോടെ, ഇടനെഞ്ചിൻ താളമോടെ, നെടുവീർപ്പിൻ മൂളലോടെ, മലർ മഞ്ചൽ തോളിലേറ്റി പോലേ. ഓ ഓർമ്മകളെ, മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഒരു കുമ്പിൾ മണ്ണ് കൊണ്ട് വീട് വയ്ക്കാം, ഒരു തുമ്പപ്പൂവ് കൊണ്ട് വീരുന്നൊരുക്കാം, ഒരു നല്ല മാങ്കനിയായി മണ്ണിൽ വീഴാം, ഒരു കാറ്റിൻ കനവിന്നായി, ഒരു കാറ്റിൻ കനവിന്ന പാട്ടു പാടാം. ഓ ഓ മധുരിക്കും ഓർമ്മകളെ, മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. പാടിക്കോളൂ. പാടി നോക്കട്ടെ, ഒന്ന് പാടി നോക്കട്ടെ. പഠിക്കും പഠിക്കും. മധുരിക്കും ഓർമ്മകളെ, മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ, മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഇടനെഞ്ചൻ താളമോടെ, നെടുവീർപ്പിൻ മൂളലോടെ, ഇടനെഞ്ചിൽ താളമോടെ, നെടുവീർപ്പിൻ മൂളലോടെ, മലർ മഞ്ചൽ തോളിലേറ്റി പോവുകില്ലേ. ഓ മധുരിക്കും ഓർമ്മകളെ, മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഒരു കുമ്പിൾ മണ്ണു കൊണ്ടു വീടു വയ്ക്കാം, ഒരു തുമ്പപ്പൂവ് കൊണ്ടു വേരുന്നൊരുക്കാം, ഒരു നല്ല മാങ്കനിയായി മണ്ണിൽ വീഴ്ത്താം, ഒരു കാറ്റിൽ കനിവിനായി, ഒരു കാറ്റിൽ കനിവിനായി പാട്ടു പാടാം. ഓ മധുരിക്കും ഓർമ്മകളെ, മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. താങ്ക് യു. സാറേ പാടട്ടെ? പഠിക്കും പഠിക്കും.
ഒരു നുള്ളി പൂവിരുത്ത് മാല കോർക്കാം, ഒരു പുള്ളിക്കുയിലിനൊത്ത് കൂവി നിൽക്കാം, ഒരു നുള്ളി പൂവിരുത്ത് മാല കോർക്കാം, ഒരു പുള്ളിക്കുയിലിനൊത്ത് കൂവി നിൽക്കാം, ഒരു വാഴക്കൂമ്പിൽ നിന്നും തേൻ കുടിക്കാം, ഒരു രാജ ഒരു റാണി, ഒരു രാജ ഒരു റാണി ആയി വാഴാം. ഓ, മധുരിക്കം ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. താങ്ക് യു സർ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഓക്കെ, അവസാനിപ്പിക്കാം അല്ലേ? സാർ രണ്ടുപേരും പഠിക്കോ? ഓക്കെ, അപ്പൊ നമുക്ക് മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഓക്കെ, സാർ പഠിക്കോ രണ്ടുപേരും, എന്നിട്ട് അവസാനിപ്പിക്കാം. ഒരു മാത്യു സാറും ജിയോ സാർ, അവർ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ലല്ലോ, ഒന്നും പാടിയില്ല. ജോർജ് സാറൊക്കെ ഒരു ഇതിലാ ഒരു റെസ്റ്റ് എടുത്തിരിക്കും. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, മലർമഞ്ചൽ തോളിലേറ്റു പോകില്ലേ. ഓ, മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ചെയ്യാം. താങ്ക് യു ഷാബു സാർ, ഒരുപാട് രമാവതി മാം, സാർ, ജോസഫ് ജോൺ സാർ, ജോഷി സാർ, മാത്യു സാർ, സ്നേഹിത മാമൻ, വേണുഗോപാൽ സാർ. കൊടുക്കാൻ നിങ്ങളെല്ലാവരും ഷാബു സാർ നല്ലോണം പാടുന്നുണ്ട് ഇപ്പൊ, സത്യം പറയാലോ. അല്ലെ, പാട്ടിന്റെ വഴിയിലുള്ള യാത്രയിൽ സാബു സാറിന് എല്ലാവിധ ആശംസകളും. ബഹുദൂരം മുന്നിൽ വരട്ടെ, പാടിപ്പാടി തെളിയട്ടെ. ഈ ചില സമയത്ത് ഷാബു സാർ ജോസഫ് ജോൺ സാറൊക്കെ മുങ്ങും. ആ സമയത്ത് എനിക്ക് അങ്ങനെ പിടിച്ചു നിൽക്കണ്ടേ? സെൽഫ് ഡിഫൻസ് ആണല്ലേ? പിന്നെ ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോകത്തില്ല. കാരണം പെടാതിരിക്കാൻ വേണ്ടി ചില സൂത്രവിദ്യകളൊക്കെ ഒപ്പിക്കുന്നതാ. കഴിഞ്ഞ അതുപോലെ രണ്ടുപേരും മുങ്ങി, നമ്മൾ പെട്ടു. അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ആര് വന്നില്ലെങ്കിലും പ്രയോഗിക്കാനുള്ള എല്ലാ അവതാരികളും അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും. ഞാനൊരു ഗിഫ്റ്റ് ആയിട്ട് ഒരു 60 പാട്ടുകൾ നിങ്ങൾക്ക് അയച്ചു തരാം. 60 അല്ലല്ലേ സാർ, അതിൽ കൂടുതലുണ്ട്. ഞാൻ അത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ആ പാട്ടുകളായിട്ടാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, നിങ്ങൾ എടുത്തോളൂ.
നല്ല നമ്മളും അത് ഫോളോ ഈ ചെയ്യാം. പാട്ടിലെ പാട്ടുകളാണ് ഇതെല്ലാം. അത് പാടിയാ മതിയോ? ആ സാറ് അത്തരം സാറ് പാട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള വകയാവും. സാറേ ആ ഗ്രൂപ്പിൽ ഞാനില്ല സാറേ, എന്നെ ആഡ് ചെയ്യണേ. ഇല്ലെങ്കിൽ അയ്യോ, എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ ഇട്ടോളാം. ഒന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഗ്രൂപ്പിൽ പാട്ട് പാടി ഇടുന്നത് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നല്ലൊരു ഇത് അവസരമാണ്. നമ്മളുടെ ലിങ്ക് ശ്രദ്ധിച്ചാൽ ലിങ്കിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. എവിടെ എങ്ങോട്ട് കയറാനുള്ള വഴികളെല്ലാം ഇതിനകത്തുണ്ട്. നമ്മൾ ഇന്നത്തെ ലിങ്ക് പെർഫെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നോക്കട്ടെ. അതിൻ്റെ അകത്ത് നമ്മുടെ പാട്ടുകൾ, ഈ പറയുന്ന 94 ദിവസത്തെ പാട്ടുകൾ കേൾക്കാം. അതുപോലെ തന്നെ അതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഗ്രൂപ്പിൽ കയറാനുള്ള ലിങ്ക് ഉണ്ട്. ജനറൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. പിന്നെ അങ്ങനെ എന്താ ഇല്ലാത്ത സകലതും അതിൻ്റെ അകത്തുണ്ട്. എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എല്ലാവരും കയറി വരട്ടെ. ഓക്കെ, സാധാരണ ഞാൻ അങ്ങനെ അയച്ചു കൊടുക്കാനൊന്നും പറയാറില്ല, എങ്കിലും ഞാൻ അങ്ങ് പറഞ്ഞു പോയി. പോട്ടെ, സാരമില്ല. ഓക്കെ, അപ്പോൾ സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് താങ്ക് യു. നൈറ്റ്. ഗുഡ് നൈറ്റ് ഓൾ. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും താങ്ക് യു. ശുഭരാത്രി, ശുഭനിദ്ര. See you and good night.